മരിച്ചവർ മുഴുവൻ മാവേലിക്കര പരിസരത്തുള്ളവരാണ്. രമാമോഹൻ്റെ വീട് മുള്ളിക്കുളങ്ങരയാണ്. മാവേലിക്കരയിൽ നിന്നൊരു 4 കിലോമീറ്റർ മാറിയുള്ള സ്ഥലമാണ് മുള്ളിക്കുളങ്ങര. അരുൺ ഹരി തട്ടാരമ്പലം സ്വദേശിയും സംഗീതും തട്ടാരമ്പലം സ്വദേശിയാണ്. ബിന്ദുവിൻ്റെ വീട് ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് ബുദ്ധ ജംഗ്ഷൻ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയാൽ അവിടെയാണ് ബിന്ദു മോഹൻ്റെ വീട്. അതായത് ഇവിടെ നിന്ന് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് സ്ഥിരമായി ഇത്തരത്തിൽ ബജറ്റ് ടൂറിസത്തിന് യാത്ര പുറപ്പെടാറുണ്ട്. ആ ബജറ്റ് ടൂറിസത്തിൽ യാത്രയ്ക്ക് സ്ഥിരമായി എത്തുന്നവരാണ് ഇന്നലെയും ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളും. ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് KSRTC മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് ബസ് പുറപ്പെട്ടത്. ഇവിടുത്തെ ബസ് മറ്റൊരു വിനോദയാത്രയ്ക്ക് സാധാരണ നിലയിൽ വിനോദയാത്രയ്ക്ക് വേണ്ടി പ്രത്യേകം ബസ്സുകളാണ് ഉപയോഗിക്കുന്നതെന്നാണ് KSRTC ജീവനക്കാർ പറയുന്നത്. മാവേലിക്കര ഡിപ്പോയുടെ ബസ് മറ്റൊരു യാത്രയ്ക്ക് പോയിരുന്നത് കൊണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് ഇതേ രീതിയിൽ ബജറ്റ് ടൂറിസത്തിന് പോകുന്ന ഒരു ബസ് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. 2 ദിവസം മുമ്പ് കൊണ്ടുവന്ന് പരിശോധന എല്ലാം പൂർത്തിയാക്കിയിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് പോയത്. കമ്പം, തേനി വഴി തഞ്ചാവൂർ ആ യാത്രയൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിച്ച് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ബസ് ഇവിടെ എത്തേണ്ടതായിരുന്നു എന്നുള്ളതായിരുന്നു നേരത്തെ ഷെഡ്യൂൾ. പക്ഷേ യാത്രയായതുകൊണ്ട് സ്വാഭാവികമായി തന്നെ അല്പം താമസിച്ചിരുന്നു. ഒരു 10 മണിയോടുകൂടിയെങ്കിൽ, അതായത് ഈ സമയത്ത് ഈ ബസ് തിരിച്ച് ഇവിടെ എത്തേണ്ടതായിരുന്നു. അപ്പോഴാണ് 6:30 അപകടമുണ്ടായത്. 3 ജീവനക്കാർ, ഒരു സ്ഥിരം ജീവനക്കാരനും ഒരു താൽക്കാലിക ജീവനക്കാരനും മറ്റൊരു സ്ഥിരം ജീവനക്കാരിയായ കോർഡിനേറ്റർ, ഇത്രയും ജീവനക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. 34 യാത്രക്കാരും. ഈ യാത്രക്കാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ KSRTC ബസ്സിൽ ഈ ഡിപ്പോയിൽ നിന്ന് തന്നെയുള്ളൊരു KSRTC ജീവനക്കാരൻ യാത്രക്കാരനായിട്ട് പോയിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനൊന്നും വലിയ കുഴപ്പമില്ല. പിൻഭാഗത്തിരുന്ന ആളുകൾക്കാണ് കൂടുതലായി അപകടം പറ്റിയത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ടവരും മരിച്ചവരുമൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് സ്ഥലം MLA MS അരുൺകുമാർ സംഭവ സ്ഥലത്തേക്ക്, അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഈ വീട്ടുകാരൊക്കെ വിവരങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കാരണം ഒരുപക്ഷെ വിനോദയാത്രയ്ക്ക് കുടുംബമായിട്ട് പോയവരൊക്കെ തന്നെ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാം. വലിയ ദാരുണമായൊരു അപകടമാണ്. മാവേലിക്കര പ്രദേശത്തുള്ള ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ട അരുൺ ഹരി, സംഗീത, ബിന്ദു ഈ 4 പേരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ 4 പേരും മാവേലിക്കര പരിസരത്തുള്ള ആളുകൾ തന്നെയാണ്. അവിടെ നിന്നുള്ള MLA ഉൾപ്പെടെയുള്ളവർ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപകട സ്ഥലത്തുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.